പശ്ചിമേഷ്യൻ യുദ്ധം 18ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇരു രാജ്യങ്ങളും കൂടുതൽ ശക്തരായി പൊരുതാനുള്ള നീക്കങ്ങൾ തുടരുകയാണ്. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന സമാധാന ചർച്ചകളിലേക്ക് അമേരിക്ക എത്തുന്നില്ല എന്നത് വലിയ ആശങ്കയായാണ് തുടരുന്നത്. ഇപ്പോൾ ഗൾഫ് മേഖല അശാന്തമാണ്. ഇന്ന് പുലർച്ചെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതായാണ് വിവരം. യുഎഇയിലും ആക്രമണമുണ്ടായി. അബുദാബിയിലെ എണ്ണപ്പാടം ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. ഷാഹ് ഓയിൽ ഫീൽഡിൽ തീപിടുത്തമുണ്ടായി. ആർക്കും പരിക്കില്ലെന്നത് ആശ്വാസ വാർത്തയായി പുറത്തുവരുന്നുണ്ട്. സൗദിയിലെ വിവിധയിടങ്ങളിലുണ്ടായ 37 ഡ്രോൺ പ്രതിരോധ മന്ത്രാലയം തകർത്തു എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. കിഴക്കൻ പ്രവിശ്യയിലും സെൻട്രൽ പ്രവിശ്യയിലെ ഖർജിലുമാണ് പ്രധാനമായ ആക്രമണ ശ്രമങ്ങൾ നടന്നത്. യുദ്ധ സാഹചര്യം സങ്കീർണമാകുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശങ്ങളോട് ലോകരാജ്യങ്ങൾ മുഖം തിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ യുദ്ധക്കപ്പലുകൾ അയക്കണമെന്ന നിർദ്ദേശത്തിനോടാണ് വിമുഖത കാണിച്ചിരിക്കുന്നത്. ഹോർമൂസിലേക്ക് നാവികസേനയെ അയക്കില്ലെന്ന് ജപ്പാനും ഓസ്ട്രേലിയയും യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടൻ, ജർമ്മനി, ഗ്രീസ്, ഇറ്റലി, ലക്സംബർഗ് എന്നീ രാജ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ യുഎഇ ഇറാന്റെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി നിരീക്ഷണ വിമാനങ്ങളും മിസൈലുകളും പശ്ചിമേഷ്യയിലേക്ക് അയച്ചേക്കുമെന്ന് ഓസ്ട്രേലിയ പറയുന്നു. നാവിക വിന്യാസത്തിന് സഖ്യകക്ഷികൾ സഹായിച്ചില്ലെങ്കിൽ നാറ്റോയുടെ ഭാവി മോശമായിരിക്കുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. സഹായിക്കാത്തവരെ ഓർത്തുവെക്കുമെന്നും ട്രംപ് പറയുന്നുണ്ട്. ഈ വാക്കുകളിൽ അമേരിക്കയ്ക്ക് പരസഹായമില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്ന് വ്യക്തമാവുകയാണ്. യുദ്ധത്തിന്റെ ഗതി അമേരിക്കൻ പ്രസിഡന്റിനെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ലോക സമാധാനത്തിന് ഇറാൻ ഭീഷണിയെന്ന മുദ്രകുത്താൻ ശ്രമിച്ച ട്രംപാണ് സമാധാനത്തിനെതിരെ നീങ്ങുന്നത്. അമേരിക്കയെ നേരിടാൻ എല്ലാ തയ്യാറെടുപ്പുകളുമായി ഇറാൻ മറുവശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതേസമയം 3 ആഴ്ച കൂടി ഇറാനിൽ യുദ്ധം നീട്ടാനുള്ള പദ്ധതി സജ്ജമാണെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്താനുള്ള ഇറാന്റെ ശേഷി ദുർബലമാക്കുക എന്നതാണ് യുദ്ധത്തിന്റെ ലക്ഷ്യമെന്നും ഇസ്രായേൽ സേനാ വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദവ് ഷോഷാനി പറഞ്ഞു. അമേരിക്കയ്ക്ക് പിന്നാലെ ഇറാന്റെ ശക്തിയിൽ അങ്കലാപ്പിലായിരിക്കുകയാണ് രാജ്യം. സ്വയം പൊരുതാൻ കഴിയുമെന്ന വാദമുയർത്തുകയാണ് ഇസ്രായേൽ. 1,10,000 കരുതൽ സൈനികരെ ദൗത്യത്തിന് തയ്യാറാക്കിയിട്ടുണ്ടെന്നും ഇനിയും ആയിരക്കണക്കിന് ലക്ഷ്യങ്ങൾ ആക്രമിക്കാനുണ്ടെന്നും ഇസ്രായേൽ അറിയിക്കുന്നുണ്ട്. ഇറാൻ മേഖലകളിലും ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിടുകയാണ്. മിർകാസി, മഹല്ലദ്, ഖൊമൈൻ, അറാഖ് എന്നിവിടങ്ങളിലാണ് ആക്രമണം. തിങ്കളാഴ്ച ടെഹ്റാൻ, ഷിറാസ്, തബ്രിസ് എന്നിവിടങ്ങളിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അമേരിക്കയിലും ഇസ്രായേലിലും സഖ്യകക്ഷികളെയും തന്ത്രപ്രധാനമായ എണ്ണപ്പാടങ്ങളെയും ഇറാൻ ലക്ഷ്യം വെക്കുമ്പോൾ ഇരു രാജ്യങ്ങളുടെയും ശക്തിയാണ് ചോർന്നു പോകുന്നത്. യുദ്ധം ചർച്ചയ്ക്ക് വഴിവെക്കാതെ തുടർന്നാൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാകുക ഗൾഫ് മേഖലയ്ക്കായിരിക്കും. നഗരപ്രദേശങ്ങളും വലിയ കെട്ടിടങ്ങളും യുദ്ധഭീഷണിയിലാണ്. ഇറാൻ സാധാരണ ജനങ്ങളെ ലക്ഷ്യമിടുന്നില്ലെങ്കിലും പ്രത്യാഘാതങ്ങൾ ഗൾഫ് മേഖലയെ പല രീതിയിൽ വേട്ടയാടുകയാണ്. ലോക സമാധാനത്തിന് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വന്നാൽ മാത്രമേ ഇനി സമാധാനം പുലരുകയുള്ളൂ.